ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജിഞ്ചർ ലെമൺ സ്ക്വാഷ് റെസിപ്പി ആയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഇഞ്ചി അല്ല എടുത്തിരിക്കുന്നത്, ചൈനീസ് ഇഞ്ചിയാണ്. സോ അതിന് എരിവ് കുറച്ചുകൂടെ കുറവാണ് ഇന്ത്യൻ ഇഞ്ചിനെക്കാട്ടിലും. പിന്നെ ഒരു 9 നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയുടെയോ നാരങ്ങയുടെയോ അളവൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. നമുക്കതിനനുസരിച്ച് വെള്ളം ചേർത്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി 1 കപ്പ് വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. മിനിറ്റിന് ശേഷം നമുക്ക് ഇഞ്ചിയും ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇഞ്ചി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ അരിച്ചെടുത്ത ഇഞ്ചിയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ഇഞ്ചി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. സോ ടോട്ടൽ 2 കപ്പ് വെള്ളം ചേർത്താണ് ഞാൻ ഇഞ്ചി അടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചിയുടെ ജ്യൂസ് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നൂറടിയും ഒരു വൈറ്റ് കളറിൽ. സോ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചിയുടെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇഞ്ചി നീരിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വയ്ക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഇഞ്ചിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇഞ്ചിയുടെ എരിവ് ഇച്ചിരി കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഇഞ്ചിയുടെ നീര് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടെ വെച്ച് നന്നായിട്ട് ഇന്ന് തിളപ്പിച്ചെടുക്കണം. ഇഞ്ചി നീര് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ഈ ഇഞ്ചി നീരിന് ചെറു ചൂടുള്ളപ്പം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങാ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു 1/4 ഗ്ലാസ് സിറപ്പിലേക്ക് 2 ഐസ് ക്യൂബ്സും വെള്ളവും കൂടെ ചേർത്തെടുത്ത് അടിപൊളി ജിഞ്ചർ ലൈം സ്ക്വാഷ് റെഡി.